നമസ്കാരം. ഇന്ന് നമ്മൾ ക്യാൻസറിൻ്റെ എതിരായിട്ടുള്ള ഒരു പുതിയ മരുന്ന് 100 രൂപേൻ്റെ മരുന്ന് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചു പറഞ്ഞ ആ ഒരു ന്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞൊരു 3-4 മാസം മുമ്പേ പേപ്പറിലൊക്കെ ഒരു 100 രൂപേൻ്റെ മെഡിസിൻ ക്യാൻസറിനെ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ പറ്റും പറഞ്ഞ് കുറേ വായിച്ചിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഒന്ന് ചർച്ച ചെയ്യാൻ പോവാം. ആദ്യം നമ്മൾ ഈ ഒരു മെഡിസിൻ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കുറച്ച് വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. അതിൽ 2 ഭാഗങ്ങൾ കോപ്പറും റെസ്ബെറട്രോൾ പറഞ്ഞ 2 കോമ്പൗണ്ടാണ്. സോ സയൻറ്റിസ്റ്റ് അവർ എന്താണ് ഈ ഒരു ഡ്രഗിനെ പറ്റി റിസർച്ച് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ക്രൊമാറ്റിൻ പറഞ്ഞ DNA പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് പറഞ്ഞത് ഈ ഒരു ക്രൊമാറ്റിൻ പിന്നെ അത് വേറെ നോർമൽ സെൽസിന് പോയിട്ട് അത് ക്യാൻസർ ആക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോൾ, ഈ കോമ്പൗണ്ട് നമ്മളൊരു പേഷ്യൻറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് പറഞ്ഞ് ഒരു പാർട്ടിക്കിൾ ഉണ്ടാക്കും. അത് ഈ DNA അല്ലെങ്കിൽ ഈ മോശമായ ഈ ക്രൊമാറ്റിനെ അതിനെ നശിപ്പിച്ച് ബോഡീൻ്റെ നമ്മളുടെ ക്യാൻസർ വരാനുള്ള സാധ്യതയെ കുറയ്ക്കും. ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ 2 സ്റ്റഡീസായിരുന്നു ആ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ അത് പുറത്തേക്ക് വന്ന്. ആദ്യത്തെ സ്റ്റഡി അത് എലികളുടെ ഉള്ളിൽ മാത്രം ചെയ്തൊരു സ്റ്റഡിയാണ്. അത് എലികൾക്ക് ഈ ഒരു മെഡിസിൻ കൊടുത്തിട്ട് അവർ നോക്കി നമ്മൾ ആ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ മോശമായ DNA അതിൻ്റെ ലെവൽ കുറയുന്നുണ്ടോ, ആൻഡ് നമ്മൾ അതിൻ്റെ ആ ഫ്രീ റാഡിക്കൽസ് പറഞ്ഞ നല്ല കാര്യം ആ എലിൻ്റെ ബോഡിയിൽ കൂടുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് ആ ഒരു സക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലികളിൽ ഈ ഒരു ഡ്രഗ് ഈ ഒരു ബെനിഫിറ്റ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആ എലികളിൽ ക്യാൻസർ തിരിച്ചു വരാതെ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറുള്ള ആ എലികൾക്ക് ബെറ്റർ ലൈഫ് എക്സ്പെക്റ്റൻസി കിട്ടുന്നുണ്ടോ എല്ലാം നോക്കുമ്പോൾ ഒന്നും അത് പ്രൂവൻ അല്ല, അത് നോക്കിയിട്ടില്ല. രണ്ടാമത്തെ നമ്മൾ ചെയ്ത ഒരു സ്റ്റഡി ഹ്യൂമൻസിലാണ്. സോ പേഷ്യൻസിൽ അവർ 20 പേഷ്യൻസിലാണ് ടോട്ടലായിട്ട് ചെയ്ത് ഈ കീമോന്യൂ റേഡിയേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ഈ ഗുളിക കുറയ്ക്കുന്നുണ്ടോ നോക്കാനായിരുന്നു. ആൻഡ് അവർ ആ ഒരു ട്രയലിൽ സക്സസ് കിട്ടി. സൈഡ് ഇഫക്ട്സ് ഈ വായിൽ കുറച്ച് പുണ്ണ് വരുന്ന അതിൻ്റെ ഉള്ള സൈഡ് ഇഫക്ട്സ് ഒക്കെ കുറവായിരുന്നു ആ പേഷ്യൻസിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ. പക്ഷേ ഇതിലും അവർ നോക്കിയിട്ടില്ല ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസ് ലോങ്ങർ ലൈഫ് ഈ മരുന്ന് കഴിച്ചിട്ട് ക്യാൻസറിനെ അതിജീവിക്കുന്നുണ്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ല. സോ ഈ ഇൻഫർമേഷൻ വെച്ചിട്ടായിരുന്നു പ്രസ് റിലീസ് നടന്നത്. പക്ഷേ നമ്മൾ പേപ്പറിലൊക്കെ കുറച്ച് എക്സ്ട്രാ ഹൈപ്പുള്ള ഒരു ന്യൂസാണ്. അവർ റോങ് ആയിട്ട് പറഞ്ഞു ഈ ഒരു ക്യാൻസർ മരുന്നുണ്ട്, അത് ഡെഫിനറ്റ്ലി ക്യാൻസറിൻ്റെ സാധ്യത തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കും. അങ്ങനത്തെ തെറ്റായ ന്യൂസ് ഉണ്ടായിരുന്നു. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തന്നെ അവരൊരു പ്രസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഡിസിൻ ആക്ച്വലി നമ്മൾ ഇപ്പോൾ റിസർച്ച് സ്റ്റേജിലാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിന് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കീമോ റേഡിയേഷൻ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഓങ്കോളജിസ്റ്റ് പറയുന്നത് തന്നെ ഫോളോ ചെയ്യണം. ഇത് വേണമെങ്കിൽ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം, പക്ഷേ അത് ഇപ്പോൾ പ്രൂവൺ അല്ല. ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ്റെ പ്രോബ്ലംസ് എന്താണ്? നമ്മൾ ഈ ഒരു ചെക്കിങ് അല്ലെങ്കിൽ ഈ ഒരു ട്രയൽ ചെയ്ത എലികളിൽ ആണ്. എലികളും മനുഷ്യന്മാരും തുല്യമല്ല. എലിയിൽ വർക്ക് ചെയ്യുന്ന കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ 100-ൽ 1 ഹ്യൂമൻസിൽ പിന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആൻസർ അറിയില്ല. ഇനിയും കൂടുതൽ റിസർച്ച് ചെയ്യണം, ഇനിയും റിസൾട്ട്സ് വന്നിട്ടേ ഉള്ളൂ. സെക്കൻഡ്, നമ്മൾ ചില പേഷ്യൻസിൽ ഈ ഒരു ബെനിഫിറ്റ് എത്ര പേർക്ക് വരുന്നുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. 20 പേരിൽ മാത്രമേ ഉള്ളൂ ടെസ്റ്റ് ചെയ്ത്. നമ്മൾ യൂഷ്വലി ഒരു പുതിയ മരുന്ന് വരുമ്പോൾ 1000-2000 ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ആക്ച്വൽ ബെനിഫിറ്റ് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ, ചില പേഷ്യൻസിൽ ഇത് കണ്ടിട്ടുണ്ട് ദാറ്റ് ഈ ഒരു മരുന്ന് നമ്മൾ മോശമായ ക്രൊമാറ്റിനെ കുറയ്ക്കുകയാണ്, പക്ഷെ ചില ട്യൂമർ സെൽസിനെ അത് നശിക്കാതെ ഈ ഒരു ക്രൊമാറ്റിൻ പുറത്തേക്ക് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഈ മരുന്ന് ട്യൂമർ സെൽസിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാതെ അത് നിലനിർത്തിയിരിക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല.
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫ്യൂച്ചറിൽ ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെയും റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉള്ളത്, ഈ ഒരു മരുന്ന് ഉണ്ട്, അത് ഇപ്പോഴും റിസർച്ച് സ്റ്റേജിലാണ്. നമ്മൾ ഇപ്പോൾ തന്നെ നാളെ തന്നെ പോയിട്ട് ഈ ഒരു മെഡിസിൻ എടുക്കണോ ചോദിച്ചാൽ അതിൻ്റെ സമയം ആയിട്ടില്ല. നമ്മൾ കൂടുതൽ റിസർച്ച്, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് നമ്മൾ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു മോളിക്യൂൾ റിസർവട്ടോൾ നമ്മൾ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കോമ്പൗണ്ട് അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചാലും നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഇഫക്റ്റ് കിട്ടും. സോ ഇപ്പോഴത്തേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജിസ്റ്റ് പറയുന്നത് അത് ഫോളോ ചെയ്യുക. ഫ്യൂച്ചറിൽ ഹോപ്പ്ഫുള്ളി ഈ ഒരു മെഡിസിൻ വരുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രോപ്പറായ സ്റ്റഡിയും പ്രോപ്പറായ ഇൻഫർമേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി വരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെഡിസിനാണ്. താങ്ക് യു.